ഹമാസ് തടവിലാക്കിയ ബന്ദികളെ ഉടൻ മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നയതന്ത്ര നീക്കങ്ങളിലൂടെ അല്ലെങ്കിൽ സൈന്യത്തെ ഉപയോഗിച്ച് ഹമാസിനെ നിരായുധീകരിക്കുമെന്നും ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഈജിപ്തിലേക്ക്. ഗസയിൽ അവശേഷിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ മോചനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള 48 ബന്ദികളെയും കൈമാറും. ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീൻ പൗരന്മാരെ വിട്ടുനൽകും. ബന്ദികളുടെ കൈമാറ്റം ഉടൻ ഉണ്ടാകണമെന്ന ട്രംപിന്റെ അന്ത്യശാസനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. സമ്മർദ്ദമേറിയതോടെയാണ് ഹമാസ് അനുകൂല തീരുമാനമെടുത്തതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. കരാർ അംഗീകരിച്ചില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടിവരുമെന്ന് ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നയതന്ത്ര നീക്കങ്ങളിലൂടെ ഹമാസിന്റെ നിരായുധീകരണം സാധ്യമായില്ലെങ്കിൽ സൈന്യത്തെ ഉപയോഗിക്കുമെന്ന് നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞു. ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കും. സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധി സംഘം ഈജിപ്തിലെത്തും. വെടിനിർത്തൽ നീക്കങ്ങൾക്കിടയിലും ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.